ഉറങ്ങാനും പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. മറ്റ് വീടുകളിലേക്ക് മാറി താമസിക്കുകയാണ് ഈ പ്രദേശത്തുള്ളവർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും പറ്റില്ല. കാവിലുംപാറ പഞ്ചായത്തിലെ മാമ്പിലാട് തോട്ടക്കാട്ടിൽ സുലഭി എന്ന പ്രാണിയുടെ ആധിക്യം കാരണം 20ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. 5 കുടുംബങ്ങൾ വീടൊഴിഞ്ഞു. പരിഹാരം കാണാൻ എന്ത് ചെയ്യുമെന്നാണ് അധികൃതരും ആലോചിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് കാവിലുംപാറ പഞ്ചായത്തിലെ മാമ്പിലാട് തോട്ടക്കാട്ടിലെ വീടുകളിലേക്ക് സുലഭി എന്നുൾപ്പെടെ പല പേരുകളിൽ അറിയപ്പെടുന്ന പ്രാണികൾ കൂട്ടത്തോടെ എത്താൻ തുടങ്ങിയത്. രാത്രിയാകുന്നതോടെ വീടുകളിൽ മുഴുവനായും പ്രാണി നിറയും. വീടിന്റെ ഭിത്തികളും തറയും മുറികളും അടുക്കളയും വിറകുകൂടയുമെല്ലാം പ്രാണികൾ കൈയടക്കിയതോടെ 5 കുടുംബങ്ങൾ ഇവിടെ നിന്നും മാറി താമസിച്ചു. മറ്റുള്ളവരും താമസം മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ സന്ധ്യാസമയം കഴിഞ്ഞാൽ ലൈറ്റ് ഇടാനോ ഭക്ഷണം പാചകം ചെയ്യാനോ കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും പറ്റില്ല. എൻ്റെ മോള് 4 വയസ്സായി. മോളെ ഞങ്ങൾ താഴെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് രാത്രി ഉറക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ രാവിലെ പിന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് ഇപ്പോൾ 2 ആഴ്ച തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വീട് ഇവിടെ ഞങ്ങളെ മേലെ വീട്ടിലുള്ള ആൾക്കാർ 6 മാസത്തോളം വാടകയ്ക്കെല്ലാം പോയ ആൾക്കാരുണ്ട്. ഇപ്പം ഞാളും ഏകദേശം അങ്ങനെ പോകേണ്ട ഗതിയില്ല. റബ്ബർ തോട്ടത്തിലുള്ള പ്രാണിയാണ് ഇത്. അപ്പോൾ അവിടെ മരുന്നടിക്കുന്നുണ്ടാണെന്നാണ് തോന്നുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. സന്ധ്യാസമയം തേനീച്ചക്കൂട്ടം പോലെ മഴേൻ്റെ സൗണ്ടിൽ വരും. ഇത് ഒരു ഗോളാകൃതിയിൽ ഒരുപാട് ഒന്നിച്ച്. രാവിലെ കാണൂല, അങ്ങനെ കുറവായിരിക്കും, ഇത്രക്കാരുണ്ടാവില്ല. ആരും വന്നിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, ആരും വന്നിട്ടില്ല. അതെ, ഈ നടപടി എടുക്കണം. സന്ധ്യാസമയത്തോടെ വീടുകളിലെത്തും. നേരം പുലരുന്നതോടെ പ്രാണികൾ തിരികെ പോകും. സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നാണ് പ്രാണികൾ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. തോട്ടത്തിൽ കാട് കരിക്കുന്നതിനായി വ്യാപകമായി കെമിക്കൽ അടിച്ചതോടെയാണ് പ്രാണികൾ തോട്ടം വിട്ട് വീടുകളിലേക്ക് എത്തുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. കാവിലുംപാറ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി ഇതിന് പരിഹാരം കാണുന്നതിനായി ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ 10-20 വീട്ടുകാർക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ദുരിതം. കുട്ടികളെ ആക്കാനാകുന്നില്ല. എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പാടിലുള്ളത്. ഇനി വേണ്ട അധികാരികൾ അതിൻ്റെ കൈകാര്യം എന്തെന്ന് വെച്ചാൽ ചെയ്യുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് രാത്രി സന്ധ്യയാകുമ്പോൾ ഒരു കൂട്ടത്തോടൊരു വരവാണ്. പിന്നെ താഴെ തോട്ടത്തിൽ ഒരു മരുന്നടിച്ചിട്ടുണ്ട്. അത് തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത്. മറ്റ് അത്യാവശ്യങ്ങളിലെല്ലാം വരുക എന്നല്ലാണ്ട് ഇങ്ങനെ കൂടുതലൊന്നുമില്ല. ഇപ്പം ആ മരുന്നടിച്ചതിന് ശേഷം മൊത്തമായിട്ട് രാത്രിയാകുമ്പോഴേക്ക് സന്ധ്യയാകുമ്പോഴേക്ക് വരിക. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ഏരിയ ഇങ്ങനെ തന്നെ ഒരു 10-20 വീടാണുള്ളത്. എല്ലാ വീട്ടിലും ഉണ്ട്. പ്രാണികൾ ദേഹത്ത് പൊള്ളലേൽക്കുന്നതിനും മറ്റും അലർജി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതിനാൽ ചിലർ ചികിത്സ തേടിയിട്ടുണ്ട്. കുട്ടികൾക്കാണ് ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കൂടുതൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് പ്രാണികളിൽ നിന്നും രക്ഷ നേടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ പ്രാണിശല്യം ഇപ്പോൾ 2 ആഴ്ചത്തോളമായി ഈ പ്രദേശത്ത് പല വീടുകളിലും വളരെ ദുരിതപൂർണമായൊരു ജീവിതം നയിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതായത് ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. മറ്റ് വീടുകളിലേക്ക് മാറി താമസിക്കുകയാണ് ഈ പ്രദേശത്തുള്ളവർ ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് 2 ആഴ്ചത്തോളമായി ഈ ഒരു അവസ്ഥ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് റബ്ബർ തോട്ടത്തിൽ നിന്ന് കൂട്ടമായിട്ട് വൈകുന്നേരങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തു തന്നെയായാലും ഒരു 10-20 വീടുകാർ ഇതിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇത് മുമ്പൊക്കെ ചെറിയ രീതിയിൽ വീടുകളിലൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതല്ല. ഇതിപ്പം വീട് മൊത്തം പൊതിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണല്ലോ, വീട് മൊത്തം പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇവരെ വീടുകൾ താമസിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും കുട്ടികൾ നോക്കാനും ഒന്നും പറ്റുന്നില്ല. എല്ലാം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ്. അപ്പം ഞാനിപ്പോൾ ഈ ജനപ്രതിനിധി എന്ന നിലക്ക് ഇത് വേണ്ട ആളുകളെ അധികാരികൾ മുമ്പിൽ എത്തിച്ച് അതിന് വേണ്ട നടപടി സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാവരും അതുമായിട്ട് സഹകരിച്ച് ഇവർക്ക് സൗകര്യപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മയൂരം കോക്കനട്ട് മിൽക്ക്, മനസ്സിലെന്നും മായാത്ത രുചി.